ഇത്ര കാലമായി അനാസ്ഥയുടെ ചിത്രമായി കടന്നിരുന്ന അവിടെ ആ ഇലക്ട്രിക് ലൈൻ അവിടെ ഇപ്പോൾ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണല്ലോ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത്. എന്താണ് വിവരങ്ങൾ? മെയ് 31 പൂർത്തിയാക്കേണ്ട ജോലിയാണ് ഇപ്പോൾ KSEB അതിവേഗത്തിൽ ഇരുട്ടിന്റെ മറവിൽ ചെയ്ത് പോയിരിക്കുന്നത്. അതായത് ഈ KSEB ലൈൻ, ഈ മുമ്പ് അപകടം വരുത്തിയ മിഥുന്റെ ജീവൻ എടുത്ത ഈ വൈദ്യുതി ലൈൻ ഈ രാത്രി തന്നെ മുറിച്ചു മാറ്റി അവർ കൊണ്ടുപോയി എന്നുള്ളതാണ്. അല്പം മുമ്പായിരുന്നു ഈ ഇരുട്ടത്ത് ഈ KSEBയുടെ ഉദ്യോഗസ്ഥരെത്തുന്നു. വേഗത്തിൽ തന്നെ നാട്ടുകാരെല്ലാവരും തന്നെ ഇവിടുന്ന് പോയ സമയത്തെത്തി ആ കേബിൾ മുറിച്ചു മാറ്റി ഇവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മെയ് 31 ചെയ്ത് ഈ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകേണ്ട ആ സാഹചര്യത്തിൽ ആണ് ഇപ്പോൾ മിഥുന്റെ ജീവൻ എടുത്ത ശേഷം ഇപ്പോൾ വന്ന ഈ കുട്ടി മരിച്ചു. അത് വലിയ വിവാദമായതിനു ശേഷം ഇപ്പോൾ KSEB രാത്രി വന്ന് തന്നെ ആ വൈദ്യുതി ലൈൻ പൂർണ്ണമായും ഇവിടെ നിന്ന് എടുത്തു മാറ്റി എന്നുള്ളതാണ്. അത് അറുത്തു മാറ്റുകയും അത് തന്നെ അവർ കൊണ്ടുപോകുകയും ചെയ്തു എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ സൈക്കിൾ ഷെഡിന് മുകളിലൂടെ പോകുന്ന 440 വോൾട്ടിന്റെ ആ ലൈനാണ് മുറിച്ചു മാറ്റിയത്. അത് കൊണ്ടുപോകുകയും ചെയ്തു എന്നുള്ളതാണ്. ഇനി തൊട്ടടുത്ത ഗേൾസ് സ്കൂളിലേക്കും അതോടൊപ്പം തന്നെ അടുത്തുള്ള വീട്ടിലേക്കും വൈദ്യുതി ലൈൻ കൊടുക്കേണ്ടത് അത് സ്കൂളിന്റെ തന്നെ സ്വന്തം ചെലവിലാകണമെന്ന് നേരത്തെ തന്നെ ബാലാവകാശ കമ്മീഷൻ ഇവിടെ ഉത്തരവിൽ പറയുകയും ചെയ്തിരുന്നു. എന്തായാലും മിഥുന്റെ ജീവൻ എടുത്ത ആ വൈദ്യുതി ലൈൻ അല്പം വൈകിട്ടാണെങ്കിൽ പോലും അത് ഇപ്പോൾ ഈ രാത്രി തന്നെ KSEB മൈനാഗപ്പള്ളിയിലുള്ള സെക്ഷൻ വന്ന് എടുത്തുപോയി ഈ ഗേറ്റ് താഴിട്ട് പൂട്ടിയിരിക്കുകയാണ്. സ്മൃതി, ശരി, വളരെ വേഗത്തിൽ നടത്താവുന്ന ഒരു കാര്യമായിരുന്നു. ആളുകളില്ലാത്ത സമയത്താണ് ഇപ്പോൾ ജീവനക്കാരെത്തി വൈദ്യുതി ലൈൻ വലിച്ചത്, അവിടെ നിന്ന് മാറ്റിയത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ദിലീപ് ദേവസ് നൽകുന്ന